അർജുൻ ഇപ്പോൾ നമുക്കൊപ്പം MLA വർഗീസ് ബാബൻ തത്സമയം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ വർഗീസ് ബാബൻ, ഗുഡ് മോർണിംഗ്. ഈ ദൃശ്യങ്ങളെ കണ്ടുവല്ലോ അല്ലേ? നമുക്കിതിപ്പോ വെള്ളം കൂടും ഉച്ച കഴിയുമ്പോഴേക്ക്, എന്താ ഒരു അവസ്ഥ? അതായത് ഇന്നലെ പകലുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം രാത്രി അപ്പർ കുട്ടനാട് മേഖലയിൽ എത്തിയിട്ടുണ്ട്. തിരുവല്ല നിയോജകമണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ കടപ്ര, നെടുമ്പ്രം, പെരിങ്ങര പഞ്ചായത്തുകളിലും തിരുവല്ല നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും കുറ്റൂർ പഞ്ചായത്തിന് മുഴുവൻ ജലം വളരെ അതിവേഗം എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശത്തെ ഭവനങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം സ്റ്റേറ്റ് ഹൈവേ ആയ അമ്പലപ്പുഴ തിരുവല്ല റോഡിലുള്ള ഗതാഗതം ഇപ്പം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പൊടിയാടി തൊട്ട് നീരേറ്റുപുറം വരെയുള്ള റോഡില് സ്റ്റേറ്റ് ഹൈവേയിൽ വെള്ളം കയറി ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഈ വീട്ടിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ അതുവഴി ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ പല സ്ഥലങ്ങളിലും. അപ്പൊ നമ്മൾ അവരെ അവിടെ നിന്ന് മാറ്റേണ്ടതല്ലേ ഇപ്പോൾ? അതിനുള്ള അപകടകരമായ നിലയിൽ താമസിക്കുന്നവരെ മുഴുവൻ പേരെയും ഞാൻ തിരുവല്ല തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ഇന്നലെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി മറ്റുള്ളവരെ മാറ്റുന്നതിനുള്ള നടപടിയിലാണ്. രാവിലെ തന്നെ അതിനുള്ള റെസ്ക്യൂ ടീം ബോട്ടുകളുമായി എത്തിക്കഴിഞ്ഞു. ഇന്നോടുകൂടി രാവിലെ തന്നെ അതിനുള്ള ക്രമീകരണം ചെയ്തു കഴിഞ്ഞു. ഇന്നിപ്പോ നമ്മൾ ഉച്ചയോടുകൂടി കുറച്ചുകൂടി വെള്ളം ഉയരാൻ സാധ്യതയുണ്ടാവും അല്ലേ? അതെ, സാധാരണ റാന്നിയിലെ വെള്ളം താഴുമ്പോൾ ഞങ്ങളുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് വെള്ളം ഉയരുകയാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പതിവ്. അതുകൊണ്ട് വെള്ളത്തിന്റെ ഉയർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ റാന്നിയിൽ കണ്ട വെള്ളമാണ് ഇപ്പോ അപ്പർ കുട്ടനാട് വന്നിരിക്കുന്നത് അല്ലേ? അത് തന്നെ സാധാരണ ഒരു ദിവസം എടുക്കും അതിന്റെ പൂർണ്ണമായി ഇങ്ങെത്താൻ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി ജില്ലാ ഭരണകൂടവും തിരുവല്ല താലൂക്കിലുള്ള കൺട്രോൾ റൂമുകളും മല്ലപ്പള്ളി താലൂക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോ ഒന്ന് മഴ പെയ്യാതിരുന്നാൽ ഒരു ആശ്വാസമുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ രാവിലെ തൊട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെയ്താലും എനിക്കൊന്ന് ഈ അപ്പുറത്തെ മലയോര മേഖലയിൽ പെയ്യാതിരുന്നാൽ മതി അല്ലേ? അതെ, മലയോര മേഖലയിലെ വെള്ളത്തിന്റെ ഒഴുക്കാണ് ഇവിടെ വന്ന് വെള്ളപ്പൊക്കമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇത് വെള്ളം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ തന്നെ സമയം വേണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഈ മഹാപ്രളയത്തെ അതിജീവിച്ചവരാ. അതുകൊണ്ട് ജനങ്ങൾ അതിനെ മാനസികമായി സജ്ജമായി നിൽക്കുകയാണ്. എങ്കിലും വലിയ കഷ്ടതകളിലും പ്രയാസങ്ങളും ഉണ്ട്. ഗവൺമെന്റ് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഷെൽട്ടറുകളെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഇവിടുത്തെ ക്യാമ്പുകളെല്ലാം സജീവമാണ്. അതുപോലെ തന്നെ രാവിലെ താലൂക്ക് സഭകളും മല്ലപ്പള്ളിയിലും തിരുവല്ലയിലും കൂടി എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും താഴ്ന്ന പ്രദേശങ്ങളിൽ ജനങ്ങളെ ഇമ്മീഡിയറ്റ് പറഞ്ഞ എല്ലാ സ്കൂളുകളും ക്യാമ്പും സജ്ജമാണ്. സന്നദ്ധ സംഘടനകൾ സഹകരിക്കുന്നുണ്ട്. ഏറ്റവും ഭംഗിയായ രീതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുക. ഓക്കെ, ഉഷാറായി നടക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയുകയാണെങ്കിൽ ബന്ധപ്പെടാം. താങ്ക് യു ശ്രീ വർഗീസ്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീ വർഗീസ് പമൻ തിരുവല്ല MLA ആണ് ചേർന്നത്. ഇപ്പോൾ മട്ടന്നൂര് ഇപ്പോൾ അവിടെ നിന്ന് ആൾക്കാർക്ക് മാറണമെന്നുള്ളതെന്ന് ചോദിച്ചേ. ഇന്നലെ പറഞ്ഞത് അവിടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ മാറ്റി ഒരുപക്ഷെ അല്പം കൂടി വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അർജുൻ പോകുന്ന സ്ഥലങ്ങളിലും ചില ആൾക്കാരൊക്കെ വീട്ടിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ചേട്ടൻ ദാ നോക്കൂ, ആ വെള്ളവും കൊണ്ട് എന്തോ അദ്ദേഹത്തിന് സാധനങ്ങളുമായിട്ട് പോവാണ്. വെള്ളത്തിലൂടെ നെഞ്ചൊപ്പമാണ് വെള്ളം, കഴുത്തോളം വെള്ളമാണ് ഉള്ളത്. കുട്ടനാട്ടുകാർക്ക് ഇതൊന്നും പുത്തരിയല്ല. കഴുത്തോളം തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ വെള്ളം ഇറക്കുന്ന മനുഷ്യരാണെന്നൊക്കെ പറയും. പക്ഷേ എന്തോളം ദുരിതം അനുഭവിക്കുന്നവരാ. അർജുൻ മട്ടന്നൂര് ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പർ കുട്ടനാട് മേഖലയാണ്. അവിടെ ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ പലരും വെള്ളത്തിനടിയിലായി. അവിടെയുള്ളവരെ എല്ലാവരെയും ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുപേര് ചില വീടുകളിൽ അവശേഷിക്കുന്നുണ്ടോ അർജുൻ? അവർക്ക് മാറണമെന്നുണ്ടോ? അവരെ മാറ്റാനുള്ള സംവിധാനമുണ്ടോ? ഡോക്ടർ അരുൺകുമാറായ അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ചില കുടുംബങ്ങളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചില കുടുംബങ്ങളാകട്ടെ അത്തരത്തിൽ മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് മുകൾ നിലയിൽ താമസിക്കാൻ സൗകര്യമുള്ളവരൊക്കെ തന്നെ അത്തരമൊരു സൗകര്യം കൂടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽ തന്നെ തുടരുകയാണ്. പക്ഷേ അപ്പോഴും പ്രതിസന്ധിയിലാകുന്നത് ഇത്തരം ചില കേന്ദ്രങ്ങളാണ്. അതായത് ഈ ഭാഗത്തൊക്കെ തന്നെ ചെറിയ വീടുകളാണ്. സ്വാഭാവികവും മാറി താമസിക്കാൻ മറ്റ് സ്ഥലങ്ങളില്ല. ഇവിടെയുള്ളവരോടൊക്കെ മാറി താമസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. അലോൺസ്മെന്റ് ഒക്കെ ഏതാണ്ട് ഉണ്ടായിരുന്നു, അതേ ഉള്ളായിരുന്നു. എങ്ങോട്ട് മാറാനോ? അതിന് പോകണം. ഇവിടുന്ന് അങ്ങ് ദൂരെ പോകണം, 3-4 കിലോമീറ്റർ ദൂരെ പോകണം. അടുത്തുള്ള ഒരു സ്കൂളുണ്ട്, അത് തുറന്നിട്ടില്ല. എന്താ ചെയ്യാൻ? എന്താ സാറേ, ഇവിടെ ഈ വഴിയൊന്ന് കളത്തി തന്നേച്ചാൽ മതി. വഴിയും വെള്ളവും ഒന്ന് തന്നേച്ചാൽ മതി. ഇപ്പൊ 2 ദിവസമായി കറണ്ട് പോട്ടെ, അവർ വരുന്നില്ലെന്ന് പറയാം. എന്താ ചെയ്യാൻ? ഈ വഴിയൊന്ന് ഞങ്ങൾക്ക് റോഡിലോട്ടൊന്ന് കയറാനൊന്ന് കളത്തി തന്നേച്ചാൽ മതി. അത്രേ ഉള്ളൂ ഞങ്ങൾ. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഇതിന് മുൻപ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഇതിന് തൊട്ടടുത്തുള്ള സ്കൂളിലും അതോടൊപ്പം തന്നെ പള്ളിയുടെ കെട്ടിടങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ക്യാമ്പുകൾ തുറന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചില ക്യാമ്പുകൾ മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ 5-6 കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ്. അങ്ങോട്ടേക്ക് പോകാൻ വലിയ പ്രതിസന്ധി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. മാത്രവുമല്ല എല്ലാവരെയും മാറ്റുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് ചിലരോട് ഇത്തരത്തിൽ അനൗൺസ്മെന്റും മറ്റും ഉണ്ടായിട്ടുണ്ട്, മാറി താമസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും മാറി താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല ഇത്
നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഈ ചേട്ടൻ സ്വന്തമായി വാങ്ങിയ ഒരു ഫൈബർ വള്ളമാണ്. അതല്ലാതെ മറ്റ് സർക്കാരിൻ്റെ മറ്റ് ഫൈബർ വള്ളങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ വന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല. നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിൽ നിന്ന് പോലും ഇതുവരെ ആരും വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പല വീടുകളുടെയും ചില വീടുകൾ ഏതാണ്ട് പകുതിയിലേറെ വെള്ളം കയറി കഴിഞ്ഞു. ഇനി ഉച്ചയാകുമ്പോൾ അത് കൂടുതൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന വീടുകളൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടില്ല, പക്ഷേ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷെ അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ആശുപത്രിയിൽ പോകേണ്ട ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ മറ്റെന്തെങ്കിലും സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിലുള്ള ഈ ഭാഗം, അതായത് 2 പുഴകളുടെ ഒരു മധ്യഭാഗമാണ്. ഇവിടെയാണ് ഈ പമ്പയും മണിമലയാറും കൂടി സംഗമിക്കുന്ന ഒരു ഭാഗമാണ്. ഏതാണ്ട് ഒരു ദ്വീപ് പോലൊരു പ്രദേശമാണ്. സ്വാഭാവികമായും ഈ 2 പുഴകളിൽ ഏത് പുഴയിൽ ജലനിരപ്പ് ഉയർന്നാലും സ്വാഭാവികമായും അത് ഈ ഭാഗത്തെ ബാധിക്കും, അതായത് ഈ നാട്ടുകാരെ ബാധിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ ഒരു ക്യാമ്പ് തുടങ്ങിക്കൊണ്ട് അവിടേക്ക് ഇവരെ മാറ്റണം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. താങ്ക് യു. ഇപ്പോൾ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പർ കുട്ടനാട്ടിൽ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഉച്ചയോടുകൂടി കുറച്ചുകൂടി ജലനിരപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പർ കുട്ടനാട്ടിലുള്ളവർ ഏകദേശം വെള്ളം കയറാൻ ഇടയുള്ള താഴ്ന്ന ഇടങ്ങളിലുള്ളവരൊക്കെ അവർ ക്യാമ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ നിർദ്ദേശാനുസരണം ക്യാമ്പിലേക്ക് മാറിക്കൊള്ളുക. കാരണം ജലനിരപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. റാന്നിയിൽ വെള്ളം ഇറങ്ങിയാൽ ഒരു ദിവസം കഴിയുമ്പോഴാണ് അപ്പർ കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുക. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ അപ്പർ കുട്ടനാട്ടിലാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ ഇനി അധികം വേണ്ടത്.